അവൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നല്ലൊരു പകലിൽ നമ്മൾ ഒരുമിച്ച് ദൈവസന്നിധിയിലായിത്തീരുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തു. ഇന്ന് വാഹനങ്ങളൊക്കെ കുറവാണ്, അതുകൊണ്ട് ഇച്ചിരി വേഗത്തിൽ ഞാൻ കടന്നു പോകും. കാരണം നിങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണം. കാരണം നിങ്ങൾക്ക് വീടുകളിൽ ചെല്ലാൻ ദൂരം കൂടുതലൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യും. അതെല്ലാത്തിനും വേണ്ടിയിട്ട് ഇച്ചിരി ശ്രദ്ധയോടെ നമ്മൾ പോകണം. കാരണം വേഗത്തിൽ നിങ്ങളെ പറഞ്ഞയക്കാം. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം. 7-ാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്ത് നമ്മുടെ കർത്താവിനും അവൻ്റെ ക്രിസ്തുവിനുമായി തീർന്നിരിക്കുന്നു. അവൻ എന്നേക്കും വാഴുമെന്ന് സ്വർഗത്തിനകത്തൊരു മഹാഘോഷമുണ്ടായി. ദൈവശബ്ദം ഇതാണ്. ഹല്ലേലൂയ. സകല രാജ്യങ്ങളും യേശു കർത്താവിൻ്റെ കൈകളിൽ ആണ് ക്രിസ്തുവിന് ആയിത്തീർന്നിരിക്കുന്നു, ദൈവത്തിനായിത്തീർന്നിരിക്കുന്നു. അവൻ എന്നേക്കും വാഴും എന്ന സ്വർഗത്തിൽ ഒരു മഹാഘോഷമുണ്ടായി. ദൈവ സാന്നിധ്യവും ദൈവത്തിൻ്റെ കൃപയും ദൈവ പ്രവൃത്തി വെളിപ്പെടുത്തുന്നത് നമ്മളിൽ കൂടെ. എത്ര പേര് ആമീൻ പറയുന്നുണ്ട്? ദൈവ സാന്നിധ്യവും ദൈവ മഹത്വവും വെളിപ്പെടുത്തുന്നത് ദൈവം ആരിൽ കൂടെ? നമ്മളിൽ കൂടെ. കർത്താവ് പറഞ്ഞു, നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്ത് ചെയ്യണം? ഇറങ്ങി പുറപ്പെടണം. അതുകൊണ്ട് പിശാചിൻ്റെ ബന്ധനങ്ങളെ അഴിക്കണം, രോഗികളെ സൗഖ്യമാക്കണം, ഭൂതഹസ്തരെ വിടുവിക്കണം, മരിച്ചവരെ ഉയർപ്പിക്കണം, ദൈവരാജ്യം പ്രസംഗിക്കപ്പെടണം. ഇതാ ദൈവത്തിൻ്റെ കർത്താവിൻ്റെ അജണ്ട എന്ന് പറയുന്ന, കർത്താവിൻ്റെ പദ്ധതി എന്ന് പറയുന്ന ഇതാ. ഈ പദ്ധതി പ്രകാരത്തിലേക്ക് ആര് വിളിച്ചിരിക്കുന്നത്? ഹലോ, നമ്മളെ വിളിച്ചിരിക്കുന്ന അല്ല. നമ്മൾ രാവിലെ വന്ന് ടമ്പർ എടുത്ത് അടിച്ച് പാട്ടുപാടി പോകാനാണോ? അല്ല. ദൈവരാജ്യത്തിലേക്ക് ആരെ വിളിച്ചിരിക്കുന്നു? നമ്മളെ വിളിച്ചിരിക്കുന്നു. അതിൻ്റെ മർമ്മം എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ എൻ്റെ നാമത്തിൽ ഇറങ്ങി പുറപ്പെടണം. പുറപ്പെടണം. എന്നിട്ട് പറയാ, രോഗികളെ സൗഖ്യമാക്കണം, ഭൂതഹസ്തരെ വിടുവിക്കണം, പിടികിട്ടുന്നോ, മരിച്ചവരെ ഉയർപ്പിക്കണം, എന്നിട്ട് ദൈവരാജ്യം പ്രസംഗം. ദൈവരാജ്യത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇത്രയും കാര്യം ചെയ്യാൻ വേണ്ടി ആരെ വിളിച്ചിരിക്കുന്നു? നമ്മളെ വിളിച്ചിരിക്കുന്നു. ആ വിളിയെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യണം? ബോധ്യം വരണം. അതുകൊണ്ട് പത്രോസ് പറഞ്ഞത്, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും നിങ്ങൾ എന്ത് ചെയ്യണം? ഉറപ്പിക്കണം. നിങ്ങളെ ദൈവം വിളിച്ച വിളിയെ എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഉറപ്പിക്കണം. ഉറപ്പിക്കുമ്പോഴാണ് ദൈവം ദൈവം എന്നെ വിളിച്ചതാണെന്ന് ആർക്ക് ബോധ്യം വരണം? ഹലോ, എൻ്റെ കൂടെ ഇല്ലല്ലോ. ദൈവം നിങ്ങളെ വിളിച്ചതാണെന്ന് ആർക്ക് ബോധ്യം വരണം? കർത്താവ് എന്നെ വിളിച്ചതാണ്. എൻ്റെ ഉടയവൻ എന്നെ കരുതിക്കോളും എന്ന് അകത്ത് വെളിപ്പെടുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അപ്പം ദൈവം എന്നെ, നമ്മുടെ വിദ്യാഭ്യാസമാകാം, നമ്മുടെ പല കാര്യങ്ങളാകാം, എല്ലാത്തിനകത്തുപരി ആരെന്നെ വിളിച്ചു വേർതിരിച്ചു? ദൈവം എന്നെ വിളിച്ചു വേർതിരിച്ചു. ഇനിയും ദൈവത്തിൻ്റെ പദ്ധതി ആരുടെ മേൽ വരും? നമ്മുടെ മേൽ വരും. ആണോ? ദൈവ പദ്ധതി നമ്മുടെ മേൽ വരുമ്പോൾ ആരുടെ നടത്തിപ്പ് നമ്മുടെ മേൽ വരും? ദൈവത്തിൻ്റെ നടത്തിപ്പ് വരും. പക്ഷെ നമ്മൾ എപ്പോഴും ചിന്തിക്കാത്തരണം, ദൈവ പദ്ധതിക്കകത്തേക്ക് ദൈവം നമ്മളെ കൊണ്ടുവരുമ്പോൾ അവൻ്റെ സാന്നിധ്യവും അഭിഷേകവും നമ്മുടെ മേൽ വരും. യോശുവ പറഞ്ഞു, അങ്ങയുടെ സാന്നിധ്യം എൻ്റെ കൂടെ ഇല്ലെങ്കിൽ എന്നെ എന്ത് ചെയ്യരുത്? ഞാൻ പോയി നിന്ന യെറിഹോ മതിൽ വീഴത്തില്ല. പിടികിട്ടിയോ? ഞാൻ പോയി നിന്നാൽ ഒരത്ഭുതം നടക്കത്തില്ല. ആരെൻ്റെ കൂടെ വേണം? പിടികിട്ടുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യാം. ദൈവ സാന്നിധ്യം എൻ്റെ കൂടെ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ ഞാനൊരു അത്ഭുതമായി മാറും. ഹല്ലേലൂയ. ദൈവ മഹത്വം എൻ്റെ കൂടെ വരികയാണെങ്കിൽ, ഹല്ലേലൂയ, ദൈവ കൃപ എൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ, മരണകരമായി എന്ത് കുടിച്ചാലും കടിച്ചാലും എനിക്കൊരു ഹാനിയും വരത്തില്ല. വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഒരു ദോഷവും ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കത്തില്ലെന്ന് പറയുന്നതിന് കാരണം ദൈവത്തിന്റെ സംരക്ഷണം കൂടെ ഇരിക്കുമ്പോഴാണ്. ഇയ്യോബിനോട് ദൈവത്തിന്റെ പിശാച് വന്നിട്ട് ദൈവസന്നിധി നിന്നുകൊണ്ട് പറയുകയാണ്, നീ അവനുള്ളതിലെല്ലാം വേലി കെട്ടി സൂക്ഷിക്കുന്നല്ലോ. ദൈവത്തിന്റെ സംരക്ഷണം നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടാൽ, ഇന്ന് പകലിലും അറിയണം, ദൈവ സംരക്ഷണം നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടാൽ ചോദിച്ചതിലും നനച്ചതിലും അത്യന്തപരമായി മാറും. ഹല്ലേലൂയ. ദൈവ പ്രവൃത്തിയിലേക്ക് ആത്മാവ് നിങ്ങൾ നടത്തുമ്പോൾ അതെങ്ങനെ നടത്തുന്നു? പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടണം. ആത്മാവിനാൽ നടത്തപ്പെടുന്നവൻ സാധാരണക്കാരനെ അസാധാരണയിലേക്ക് കൊണ്ടുവരുന്നത് ആരുടെ പ്രവൃത്തിയാ? ദൈവത്തിന്റെ പ്രവൃത്തിയാ.
ദാവീദിനെ തിരഞ്ഞെടുക്കുമ്പോൾ ദൈവം പറയുന്നൊരു വാക്ക്, ശൗലിനെ ഞാൻ തള്ളി, ദാവീദ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനെന്ന് ഞാൻ കണ്ടു. ദാവീദിന്റെ പ്രവൃത്തികൾ മരുഭൂമിക്കകത്താണെങ്കിൽ അഭിഷേകത്തിന്റെ ശക്തിയാൽ ദാവീദിനെ പുറത്തേക്ക് കൊണ്ടുവന്നു. പരിശുദ്ധാത്മാവ് യേശുവിനെ കൊണ്ടുപോകുന്ന നിങ്ങൾ ശ്രദ്ധിച്ചേ. യേശുവിനെ കൊണ്ടുപോകുന്ന എങ്ങോട്ടാ കൊണ്ടുപോയേ? മരുഭൂമിയിൽ യേശുവിനെ 40 ദിനങ്ങളോളം ദൈവത്തിന്റെ സന്നിധി പ്രാർത്ഥനയോടെ 40 ദിവസങ്ങൾ നിന്നു. 40ാമത്തെ ദിവസം 40 ദിവസം കഴിഞ്ഞ് പിശാചിനാൽ പരീക്ഷയ്ക്ക് ശേഷം യേശുവിനെ ആത്മാവ് ഗലീലയ്ക്ക് മടക്കിക്കൊണ്ടിരുന്നു. എന്നിട്ട് അടുത്ത വാക്യം പറയുന്നു, അവന്റെ ശ്രുതി ദേശമെങ്ങും പരന്നു. ആത്മാവില് അഭിഷേകത്തിന്റെ നിറവ് വെളിപ്പെടാൻ തുടങ്ങുമ്പോൾ ദേശത്തിന് ചില ശ്രുതികൾ വെളിപ്പെടുവാൻ തുടങ്ങും. ഹല്ലേലൂയ. ഇന്ന് പകലിൽ അഭിഷേകത്തിന്റെ ശക്തി നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടാൻ തുടങ്ങുമ്പോൾ, അഭിഷേകത്തിന്റെ ശക്തി നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടാൻ തുടങ്ങുമ്പോൾ ചില വാതിലുകൾ ദൈവം തമ്പുരാൻ തുറക്കപ്പെടാൻ തുടങ്ങും. അഭിഷേകത്തിന്റെ ശക്തി നിന്റെ ജീവിതത്തിലേക്ക് വെളിപ്പെടാൻ തുടങ്ങുമ്പോൾ കാനാവിലെ ചില ശൂന്യതകൾ മാറുവാൻ തുടങ്ങും. അഭിഷേകത്തിന്റെ ശക്തി നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുമ്പോൾ യായിറോസിന്റെ ഭവനത്തിൽ അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങും. അഭിഷേകത്തിന്റെ ശക്തി നിന്റെ മേൽ വരാൻ തുടങ്ങുമ്പോൾ ലാസറിന്റെ ഭവനത്തിനകത്ത് ഒരു അത്ഭുതം നടക്കാൻ തുടങ്ങും. അഭിഷേകം നിന്റെ മേൽ വരാൻ തുടങ്ങുമ്പോൾ ചില കുട്ടകൾ മീതിയാകാൻ തുടങ്ങും. അഭിഷേകം നിന്റെ മേൽ വരാൻ തുടങ്ങുമ്പോൾ ചില പടകളെ ദൈവം തമ്പുരാൻ നിറയ്ക്കാൻ തുടങ്ങും. അഭിഷേകത്തിന്റെ ശക്തി എവിടെ വ്യാപരിച്ചു തുടങ്ങുന്നു അവിടെ ചില അത്ഭുതങ്ങൾ കാണുവാൻ തുടങ്ങും. അഭിഷേകം ദർശനത്തിന്റെ ദർശനമായി മാറും. ഹല്ലേലൂയ. അഭിഷേകം ദർശനമായി മാറാൻ തുടങ്ങും. അഭിഷേകം വെളിപ്പാടായി മാറാൻ തുടങ്ങും. അഭിഷേകം ദൈവം കാണിക്കുവാൻ തുടങ്ങും. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. ഒരുവന്റെ മേൽ ദൈവം ഒരു അഭിഷേകം ഇടാൻ തുടങ്ങിയാൽ അടുത്ത സ്റ്റെപ്പ് ദൈവം ചോദിക്കാം, നീ എന്നാ കാണുന്നത്? ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനകത്ത് വെളിപ്പെട്ടോണേ. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം അതിന്റെ 1-ാം അധ്യായം ഹല്ലേലൂയ ദൈവം വിളിക്കുന്ന വിളി 1-ാം അധ്യായം 10-ാമത്തെ വാക്യം. യെരമ്യാവിനെ ദൈവം വിളിക്കുക. ഒന്നെടുത്ത് യെരമ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം നോക്കുക. ദൈവം പറയുക, നോക്കുക, നിർമൂലമാക്കുവാനും പൊളിപ്പാനും നശിപ്പിപ്പാനും ഇടിച്ചു കളയുവാനും പണിവാനും നടുവാനും വേണ്ടി ഞാൻ നിന്നെ ഇന്ന് ജാതികളുടെ മേലും രാജ്യങ്ങളുടെ മേലും ആക്കി വെച്ചിരിക്കുന്നു എന്ന് യഹോവ. ദൈവം എന്ത് ചെയ്യാൻ പോവാ? ദൈവം ആക്കി വെക്കാൻ പോവാ. അപ്പം ദൈവം ചെയ്യുന്ന ക്രിയ നോക്കണം. പൊളിപ്പാനുള്ളതും നശിപ്പിപ്പാനുള്ളതും ഇടിച്ചു കളയുവാനുള്ളതും പണിയുവാനും വാഗ്ദത്തം വരുക. പണിയുവാനുള്ളതും ജാതികളുടെ മേലും ദൈവം എന്ത് ചെയ്തു? ദൈവം ആക്കി വെക്കുക. അപ്പൊ നിങ്ങൾ അകത്തോട്ട് കയറി വന്നോണേ. ദൈവം ഒരു ദർശനം ആരുടെ മേൽ കൊടുക്കുക? യെരമ്യാവിന്റെ മേൽ കൊടുക്കുക. 11-ാമത്തെ വാക്യം, യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായി. ബദാം വൃക്ഷത്തിന്റെ ഒരു കൊമ്പ് കാണുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ പറയുന്ന വാക്കിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോണേ. ആരുടെ കോളിങ് നിങ്ങളുടെ മേലുണ്ട്? ദൈവത്തിന്റെ. 2, ദൈവത്തിന്റെ അഭിഷേകം നിങ്ങളുടെ മേൽ വന്നു ആണേ. അടുത്തത്, ദൈവം നിങ്ങളുടെ മേൽ ദർശനം തരാൻ പോവാ. എത്ര പേര് ആമീൻ പറഞ്ഞ് ഏറ്റെടുക്കുന്നത്? ദൈവം നിങ്ങളുടെ മേൽ ഒരു ദർശനത്തെ തരാൻ പോവാ. എത്ര പേര് അകത്ത് വെളിപ്പെടുന്നുണ്ട്? പത്രോസിന്റെ മുന്നിൽ ഒരു ദർശനം കൊടുത്തു. തുപ്പട്ടി ഇറങ്ങി വരുന്നത് കൊർന്നല്യോസിന്റെ ഭവനം പത്രോസിന് വേണ്ടി തുറക്കുന്നു. ഇന്ന് ആത്മാവിനകത്തറിഞ്ഞു ഒരു ദർശനം നിന്റെ മുന്നിൽ വെളിപ്പെടുകയാ. ആ ദർശനത്തോട് ദൈവം ചോദിക്കുക. ആ ദർശനത്തോട് യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായി. യെരമ്യാവേ, നീ അകത്തൂന്ന് എന്ത് കാണുന്നു? ആത്മാവിനാ നീ എന്ത് കാണുന്നു എന്ന് ചോദിക്കുക. ആത്മാവിനെ കാണുന്ന കാര്യം പറയുക. ബദാം വൃക്ഷത്തിന്റെ ഒരു കൊമ്പ് കാണുന്നു എന്ന് ഞാൻ പറഞ്ഞു. കണ്ടോ നീ കണ്ടത് കറക്റ്റാ. ഇനി അത് വെളിപ്പെടാൻ പോവാ. നീ കണ്ട ചിലതുണ്ടല്ലോ, അത് സംഭവിക്കാൻ പോവാ. ദൈവം നിനക്ക് കാണിച്ചൊരു ദർശനമുണ്ടല്ലോ, അത് വെളിപ്പെടാൻ പോവാ. ദൈവം നിന്നോട് പറഞ്ഞ വാഗ്ദത്തമുണ്ടല്ലോ, അത് നിന്റെ ജീവിതത്തിൽ വരാൻ പോവുക. എത്ര പേര് ആമേൻ പറയുന്നു എനിക്ക് അറിഞ്ഞുകൂടാ. നീ കണ്ടതിനെ ദൈവം നിന്റെ കൈമാറാൻ പോവുക. ദൈവം പറയുന്നു, യഹോവ എന്നോട് നീ കണ്ടത് ശരി തന്നെ, എന്റെ വചനം നിവർത്തിക്കേണ്ടതിന്, എന്റെ വചനം നിവർത്തിക്കേണ്ടതിന് ഞാൻ ജാഗരിക്കാൻ പോവുക. ഇന്ന് പകൽക്കാലം പറ, നീ കണ്ടതിനെ ദൈവം നിന്റെ മേൽ തരാൻ പോവുക. നീ കണ്ട ദർശനം നിന്റെ ജീവിതത്തിൽ വരാൻ പോവുക.
നീ കണ്ട അത്ഭുതം വരാൻ പോവുക. യേശു കണ്ട അത്ഭുതം കാനാവിൽ സംഭവിക്കാൻ പോവുക. യേശു കണ്ടത് ഹല്ലേലൂയ ഇന്ന് പകലിൽ യേശു കണ്ടത് ബെഥാനിയയിൽ ലാസർ ഉയർക്കുന്നതാണെങ്കിൽ അത് സംഭവിക്കാൻ പോവുക. ഓ, എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? യേശു കണ്ട കാര്യം, യേശു കണ്ടത് യോഹന്നാൻ 12 പറയുന്നു, ലാസറിന്റെ കൂടെ യേശു പന്തിക്കിരിക്കുന്നത് ഒരു അത്ഭുതം യേശു കണ്ടെങ്കിൽ മരിച്ച ലാസർ ഒരു വിഷയമല്ല. ലാസറിനെ ദൈവം ഉയർപ്പിക്കാൻ പോവുക. ഇന്ന് പകൽ നീ കണ്ട ദർശനം എന്ത് തന്നെ ആയിരുന്നാലും നിന്റെ ഭവനത്തിൽ വരുമെന്ന്, നിന്റെ തലമുറയ്ക്കകത്ത് വരുമെന്ന്, ദൈവം നിന്റെ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അത് നിന്റെ ഭവനത്തിൽ വെളിപ്പെടാൻ പോകുക. ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു. അത് വേഗത്തിൽ നിന്റെ എടുക്കപ്പെടും. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഇന്ന് കണ്ടത് സംഭവിക്കുമെന്ന്, ഇന്ന് കണ്ടത് സംഭവിക്കുമെന്ന് എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഹല്ലേലൂയ. വിശ്വസിക്കുന്നു. ദൈവം കാണിച്ചതിനെ ദൈവം റിലീസ് ചെയ്യും. പിടികിട്ടും? നിങ്ങളുടെ അകത്ത് പിടികിട്ടുന്നുണ്ടോ? നിങ്ങളുടെ അകത്ത് പറഞ്ഞ ദൈവം ഒരു ദർശനത്തെ തന്നാൽ, ദൈവം അതിനെ കാണിച്ചാൽ ദൈവം അത് ചെയ്യുമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. ഈ ലാസ്റ്റ് ഇരിക്കുന്ന മോളോട് ഈ കോട്ടയത്തെ ട്രേഡ് സെന്ററിലാന്ന് തോന്നുന്നു, ട്രേഡ് സെന്ററിൽ വെച്ച അല്ലേ മോൾ? ട്രേഡ് സെന്ററിൽ ആദ്യം വരുന്നേ. നിങ്ങൾ ആദ്യം ട്രേഡ് സെന്ററിൽ വരുന്ന സമയത്ത് ആത്മാവ് ഒരു പ്രവചനം നടത്തി. മെഡിക്കൽ ഡോക്ടറുടെ യൂണിഫോം ഇട്ടുകൊണ്ട് കർത്താവ് നിന്നെ കാണി. അങ്ങനെ പ്രവചനമല്ലേ പറഞ്ഞേ? എൻ്റെ ഡയറി കിടപ്പുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം നിന്നെ അന്ന് +1 പഠിക്കുന്നേ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നേ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞ് ട്രേഡ് സെന്ററിലെ പ്രാർത്ഥനയ്ക്ക് കടന്നു വരുമ്പോൾ ഒരു പ്രവചനം പറയുക, നിന്നെ ദൈവം ഇങ്ങനൊരു മെഡിക്കൽ ഡോക്ടറുടെ യൂണിഫോം ഇട്ട് നിൽക്കുന്നൊരു കാഴ്ച ദൈവം എന്നെ കാണിക്കുന്നു. ഇന്ന് അവളോട് നിങ്ങൾ തിരിഞ്ഞും ചോദിച്ചു, അവിടെ ഏത് പോസ്റ്റിലായിരിക്കുന്നേ? അവൾ MBBS പാസ്സായി ഡോക്ടറായി. അടുത്ത തലത്തിലേക്ക് ദൈവം തമ്പുരാൻ മാറ്റും. ഓ, എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇത് കണ്ണിനകത്ത് കാണാമെങ്കിൽ സ്വർഗം വ്യാപരിക്കും. ഓ, ഇന്ന് പകൽക്കാലം നീ എന്നോട് അകത്തെ കണ്ണിനകത്ത് ദൈവം തരുന്ന ദർശനം ചോദിക്കുക. നീ എന്താണ് കുഞ്ഞെ കാണുന്നത്? ഈ കുഞ്ഞിനെ ഒരു മെഡിക്കൽ ഡോക്ടറായി കാണുന്നെങ്കിൽ കർത്താവ് ഒന്നേ പറയുന്നുള്ളൂ, ഞാൻ വ്യാപരിക്കാൻ പോകുക, അതിന്മേൽ ഞാൻ പ്രവർത്തിക്കാൻ പോകുക. നീ കണ്ടതിനെ റിലീസ് ചെയ്യുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ മാത്രം കർത്താവിനെ സ്തോത്രം ചെയ്യും. വാഗ്ദത്തം തനിയെ വന്നു ചേരും. വാഗ്ദത്തം തനിയെ വന്നു ചേരും. വാഗ്ദത്തം തനിയെ വന്നു ചേരും. അതിനെ ഒരു പിശാചിനും തടയാൻ പറ്റത്തില്ല. അതിനെ ഒരു പിശാചിനും തടയാൻ പറ്റത്തില്ല. ഇന്ന് പകൽ വിശ്വാസത്തിനകത്ത് വിളിച്ചു പറ, നിനക്കൊരു തലമുറയെ തരുമെന്ന ദൈവം പറഞ്ഞെങ്കിൽ ഇന്ന് ആ തലമുറ നിന്റെ ജീവിതത്തിനകത്ത് വരും. അബ്രഹാമേ, നിനക്കൊരു തലമുറയെ തരുമെന്ന് സ്വർഗം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിന്റെ ഭവനത്തിനകത്തുണ്ട്. ഇന്ന് നിന്നോടൊരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിന്റെ ജീവിതത്തിൽ വരുമെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ആത്മാവിനകത്ത് കാണുന്നവർ, ആത്മാവിനകത്ത് ദർശനം കാണുന്നവർ, ആത്മാവിനകത്തൊരു വിടുതൽ കാണുന്നവർ ഇന്ന് പകൽ വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അകത്ത് വെളിപ്പെട്ടതിനെ ദൈവം വെളിപ്പെടുത്തിക്കൊണ്ടു തരും. അകത്ത് വെളിപ്പെടുത്തിനെ ദൈവം അവരെ വെളിപ്പെടുത്തുന്ന അതിനെ ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അത്ഭുതത്തിലേക്ക് ദൈവം നടത്തുമെന്ന് അകത്ത് ആത്മാവ് എന്ത് ചെയ്യണം? അകത്ത് ദർശനം വെളിപ്പെടും. ഇവിടെ ബാക്കിയുള്ള വാക്യം വായിച്ചേ, എന്നിട്ട് വേണം എനിക്ക് വേഗത്തിൽ കടന്നു പോകാൻ. ഒന്നുകൂടെ ഒന്ന് വായിച്ചേ അതിന്റെ 11ാമത്തെ വാക്യം. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായി. യിരെമ്യാവേ, നീ എന്ത് കാണുന്നു? ഇന്ന് ആത്മാവിനകത്തും ചോദിച്ചേ, ദൈവം ചോദിക്കുക, കൊച്ചാ നീ എന്നാ കാണുന്നേ? ഹലോ, നീ എന്നതാ കാണുന്നേ? ദൈവാത്മാവ് ചോദിക്കുക, നീ എന്നാ കാണുന്നേ? പിടികിട്ടിയോ നിങ്ങളുടെ അകത്തെ? ദൈവം ചോദിക്കുന്ന ആത്മാവിന് മറുപടി യിരെമ്യാവ് പറയുക, ഞാൻ കാണുന്ന കാഴ്ച ബദാം വൃക്ഷത്തിന്റെ ഒരു കൊമ്പ് കാണുന്നു എന്ന് ഞാൻ പറഞ്ഞു. യഹോവ എന്നോട്, നീ കണ്ടത് ശരി തന്നെ. ഇവിടെ പ്രവചനം വെളിപ്പെടുന്നത്, ഇവിടെ ദൈവ സാന്നിധ്യം വെളിപ്പെടുന്നത്. കണ്ടതെന്താന്ന് ദൈവം ചോദിച്ചാൽ ഞാൻ ഇതാ കണ്ടെന്ന് പറഞ്ഞാൽ ഇത് സംഭവിക്കുമെന്ന് പറയുന്നതാ. ഇന്ന് പകലിൽ ഒരു പ്രവചനം വെളിപ്പെടുന്നതല്ല, പ്രവചനത്തിന്റെ പുറകെ ദൈവ സാന്നിധ്യം ഇറങ്ങണം. ദൈവം വെളിപ്പെടുത്തിയത് ഇന്ന് നിങ്ങളുടെ അകത്ത് സംശയം തോന്നുന്നുണ്ടോ? ദൈവം കാണിച്ചത്
വരുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഇവിടെ വിശ്വാസം വർദ്ധിക്കേണ്ടത്. ഹല്ലേലൂയ. അമ്മ ചൂണ്ടിക്കാണിച്ച് പറയാനാണെങ്കിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഹല്ലേലൂയ. അമ്മ പറയുവാണെങ്കിൽ അമ്മ ചാച്ചു സഭയ്ക്കകത്ത് ആദ്യം വരും അല്ലേ? ആദ്യം വരുന്ന സമയത്ത് അവൾ എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വരുമ്പോൾ അവളോട് അവൾ പറയാമെന്ന് കാനഡയ്ക്ക് പോകാൻ അല്ലേ? UK ആയിരുന്നു അവൾ പറഞ്ഞേ. ഇപ്പോൾ അല്ല, പ്രവചനമല്ല ഞാൻ പറഞ്ഞേ, പോകാൻ വന്ന് ഇതായിരുന്നു UK ആയിരുന്നോ? ഇപ്പോഴോട് പറയുന്നൊരു കാര്യം ഇതായിരുന്നു, മഞ്ഞ് പെയ്യുന്ന നാട്ടിൽ ഒരു ഇങ്ങനൊരു വേഷത്തിനകത്ത് നിൽക്കുന്ന ഒരാളെ കാണുമെന്ന് പറഞ്ഞായിരുന്നു ഇവളോട് പ്രവചനം പറഞ്ഞു. ഇന്ന് ചോദിച്ചു നോക്ക്, ആ കുഞ്ഞ് UK ഇന്ന് പകൽ നിങ്ങളുടെ അകത്തറിഞ്ഞ് അകത്ത് ആത്മാവ് വെളിപ്പെടുത്തുന്നത്, ഈ പകലിൽ ആത്മാവ് വെളിപ്പെടുത്തുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വരും. ഇപ്പൊ ആത്മാവ് നിങ്ങൾ കാണുന്നത്, ഈ ദർശനം ദൈവം നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുത്താൻ പോകും. എത്ര പേർ ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കാൻ റെഡിയാകുന്നത്? ദൈവം നിങ്ങളെ കാണിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുമെന്ന് എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യാം. അപ്പൊ യെർമ്യാവിനോട് ദൈവം ചോദിക്കുക, യെർമ്യാവ് നീ എന്താ കാണുന്നത്? ഞാൻ ബദാംവൃക്ഷത്തിന്റെ ഒരു കൊമ്പ് കാണുന്നു. ദൈവം പറയുക, യഹോവ എന്നോട് നീ കണ്ടത് എന്താ? ഇവിടെ നമ്മളെ അറിയണ്ടേ? ദൈവം പറഞ്ഞു നീ കണ്ടതെന്നാ? ശരി തന്നെയാ. എന്ത് ചെയ്യും? വന്നു ചേരും. ഇന്നത്തെ നോക്കണ്ട, വന്നു ചേരും. ഇവിടെ പറഞ്ഞു എൻ്റെ വചനം നിവർത്തീകരിക്കേണ്ടതിന് ഞാനത് ജാഗരിച്ചു. ദൈവം പറയാ, അടുത്ത നിന്റെ ഡ്യൂട്ടിയല്ല, പ്രവചനം കഴിഞ്ഞല്ലോ, നിന്റെ ഡ്യൂട്ടി കഴിഞ്ഞു. ആമേൻ. ദൈവം അത്ഭുതം ചെയ്യാൻ പോകുക. ഏലിയാവ് വിളിച്ചു പറയുന്നു മഞ്ഞും മഴയും വേണ്ട, സ്വർഗം പറയുന്നു ഞാൻ ജാഗരിക്കാൻ പോകുക. ഇന്ന് പകൽ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. എബ്രായ ലേഖനം 11-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിച്ചു. എബ്രായ ലേഖനം 11-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. എബ്രായ ലേഖനം 11-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. 11-1. 11-ാം അധ്യായം 1-ാമത്. വിശ്വാസം എന്നതോ അപ്പം എന്തിൽ ആമി വെളിപ്പെട്ടതിൽ ആര് വിശ്വസിക്കണം? നമ്മളത് ഇവിടെ പറയുന്നു, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യം. കണ്ടിട്ടുണ്ടോ? നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സാഹചര്യമാണ് നോക്കുന്നത് അല്ലേ? നമ്മളോട് ദൈവാത്മാവ് പറയും ഇന്നതിലേക്ക് മാറ്റാൻ പോവുക, ഇന്നതാകുമെന്ന് പറയുമ്പോൾ നമ്മൾ സാഹചര്യത്തിൽ പറയും നടക്കത്തില്ല. നമ്മുടെ അകത്തൊരു ഇവിടെ പറയുന്നത് എന്ത് ചെയ്യണമെന്ന് പറയുന്നു. ഇവിടെ പറയുന്ന വാക്ക് വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കണ്ടിട്ടില്ലാത്തതിന്റെ നിശ്ചയമാണ് വിശ്വാസം. ആരുള്ള വിശ്വാസം? ദൈവത്തിൽ നിനക്കൊരു വിശ്വാസം ഉണ്ടെങ്കിൽ നീ കണ്ടിട്ടില്ലാത്ത ചിലതെല്ലാം ദൈവം നമ്പരാൻ ചെയ്യും. നീ കണ്ടിട്ടില്ലാത്ത ചില അത്ഭുതങ്ങൾ നടക്കുക, നീ കണ്ടിട്ടില്ലാത്ത ചില വാതിലുകൾ തുറക്കപ്പെടും. നീ കണ്ടിട്ടില്ലാത്തത് കണ്ടിട്ടില്ലാത്തത് പത്രോസിന്റെ മുന്നിൽ തുറക്കപ്പെടാൻ തുടങ്ങി. പത്രോസ് കേട്ടിട്ടില്ലാത്തത് പത്രോസിന്റെ മുന്നിൽ വെളിപ്പെടാൻ തുടങ്ങിയെങ്കിൽ ഇന്ന് പകൽ ദൈവത്തിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. അപ്പൊ ദൈവത്തിൽ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. അകത്തു വെളിപ്പെട്ടതിനെ വിശ്വസിക്കാൻ റെഡിയാകണം. വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഈ വിശ്വസിച്ച് അങ്ങനെ ഒരു മനുഷ്യനുണ്ട്. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യം ഒന്ന് എടുത്തേ. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 1-ാമത്തെ വാക്യം. വിശ്വാസത്തിന്റെ കുറവ് നമുക്ക് ഇവിടെ കാണാം, വിശ്വാസത്തെ കാണാം. 15-ാം അധ്യായം 1-ാമത്തെ വാക്യം. അതിന്റെ ശേഷം അപ്പൊ അബ്രഹാമിന് കൊടുക്കുന്ന വാക്ക് നിങ്ങൾ അടിയിൽ പറയിട്ടോളം. എങ്ങനെ കൊടുക്കുന്നേ? ദർശനത്തിൽ. ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലമാവുന്നു. നീ എനിക്ക് എന്ത് തരും? ഞാൻ മക്കളില്ലാത്തവനെ നടക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ തീരുമാനമെടുത്തു. ആരാ? പുള്ളിക്കാരൻ അബ്രഹാം ഒരു തീരുമാനമെടുത്തു. എനിക്ക് ഇത്രയും നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിന് വ്യത്യാസം വരണം. വിശ്വാസത്തെ നിൽക്കുമ്പോൾ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിന് വ്യത്യാസം വരണം. ഇവിടെ പറയുന്ന ഭാഗം പറഞ്ഞേ, പുള്ളി അബ്രഹാം തന്നെത്താൻ തീരുമാനമെടുത്തു. കാരണം അബ്രഹാം തീരുമാനമെടുക്കാൻ കാരണം എന്നാ? അബ്രഹാമിന്റെ പ്രായം വളരെയായി, ഭാര്യ സാറയ്ക്കും പ്രായമായി. പ്രതീക്ഷകൾ അസ്തമിച്ചു. അസ്തമിച്ചവൻ അസ്തമിച്ചതിനകത്ത് പറയുക, എലിസർ അത്രയെന്ന് പറഞ്ഞു, നീ എനിക്ക് സന്തതിയെ തന്നിട്ടില്ല. എന്റെ വീട്ടിൽ ജനിച്ച എന്റെ അവകാശിയാകുമോ എന്ന് അബ്രഹാം പറഞ്ഞു. ദൈവം പറയുന്നു, അവൻ നിന്റെ അവകാശി ആകയില്ല.
നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിന്റെ അവകാശിയാകും. ദൈവം ആരോട് പറഞ്ഞു? സാഹചര്യത്തിനകത്ത് വിശ്വസിക്കാൻ പറ്റുമോ അബ്രഹാമിന്? സാഹചര്യത്തിനകത്ത് അബ്രഹാമിന് വിശ്വസിക്കാൻ പറ്റത്തില്ല. സാഹചര്യം പുള്ളിക്കാരൻ പറഞ്ഞു, എൻ്റെ ദാസൻ എൻ്റെ അവകാശിയാവും എന്ന് പറഞ്ഞപ്പോൾ ദൈവം പറയുക, ഇതൊന്നുമല്ല, നിന്നിൽ തന്നെ ഒരു അവകാശി വരും. പിന്നെ ദൈവം ആരെ പുറത്തു കൊണ്ടുവന്നു? അബ്രഹാമിനെ പുറത്തു കൊണ്ടുവന്നു. നീ ആകാശത്തിലേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു. നിന്റെ സന്തതി ഇങ്ങനെ ആകും എന്ന് അവനോട് കൽപ്പിച്ചു. അവൻ യഹോവയിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കാക്കി. കണ്ടോ, സാഹചര്യം വഴിമാറുന്നത് ഇവിടെയാ. സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വഴിമാറേണ്ടത് ഇവിടെ വെച്ചാ. സാഹചര്യങ്ങളെ നോക്കിയാൽ നിങ്ങൾ ഒരിടത്തും ആകത്തില്ല. ദൈവത്തിൽ വിശ്വസിച്ചാൽ നീ വാലല്ല തലയായി മാറും. ഹല്ലേലൂയ. അബ്രഹാമിനോട് പറഞ്ഞവരിൽ അബ്രഹാമിന് വിശ്വാസം. പ്രവർത്തിക്കുന്നവൻ ദൈവമാണെന്ന് മനസ്സിലാക്കി അബ്രഹാം പറയുന്നു. ഇവിടെ അബ്രഹാം പറയുന്നു, അവൻ യഹോവയിൽ വിശ്വസിച്ചു, അതവന് നീതിയായി ദൈവം കണക്കിട്ടു. 17-ാം അധ്യായം 1-ാമത്തെ വാക്യം, ഉൽപ്പത്തി 17:1 പെട്ടെന്ന് വായിച്ചു. അബ്രഹാമിന് 99 വയസ്സായി. യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി അവനോട്, ദൈവം ആദ്യം ദർശനം കൊടുത്തെങ്കിൽ ഇന്നോ പ്രത്യക്ഷനായി. ഈ മേഖലകളിൽ നിങ്ങൾ സൂക്ഷിച്ചോണം. ഈ മേഖലകളാ ദർശനം ദൈവം തന്നു, അല്ലേ? യെരമ്യാവിന് ദൈവം അരുളപ്പാട് കൊടുക്കുന്നു. ഇവിടെ ദൈവം ദർശനം കൊടുത്തു. ദർശനം കൊടുത്തിട്ട് പറഞ്ഞു, നിനക്ക് ഞാനൊരു സന്തതിയെ തരുമെന്ന് പറഞ്ഞു. ആകാശത്തിലെ നക്ഷത്രം പോലെ. അബ്രഹാം എന്ത് ചെയ്തു? വിശ്വസിച്ചു. ഒരു പ്രവചനം കേട്ടോ വിശ്വസിക്കുവേ, സ്തോത്രമൊക്കെ പറയും. പിറ്റേ ദിവസം ദൈവദാസനെ വീട്ടിലോട്ട് വിളിക്കും, പ്രാർത്ഥന നടത്തി നല്ല കറിയൊക്കെ വെച്ച് നല്ല എല്ലാം ഉണ്ടാക്കി തരും. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഒരു പീരീഡ് വെച്ചിരിക്കുക ദൈവം. 17-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ വന്നപ്പോ അപ്പൊ അബ്രഹാമിന് എന്നായി കഴിഞ്ഞു? ദർശനം കിട്ടി. ദർശനമേ ഉള്ളൂ, പ്രവൃത്തി വന്നോ? ഇല്ല. ഇവിടെ എവിടെ ചെന്ന് നിൽക്കുക? 17-ാം അധ്യായത്തിൽ വന്നപ്പോ ഈ പീരീഡ്, ഈ ചെറിയ പീരീഡിൽ ഈ വിശ്വാസം അബ്രഹാമിന്റെ കുറഞ്ഞോ കൂടിയോ? നിങ്ങൾക്ക് ചില ദർശനങ്ങൾ ദൈവം തമ്മിൽ ചില പ്രവചനങ്ങൾ പറഞ്ഞിട്ട് ചില സമയങ്ങളിൽ നടക്കാതിരുന്ന നിങ്ങൾ എവിടെല്ലാം പോവും? നിങ്ങൾ ഇതിൽ നിന്ന് അത് തന്നെ അമ്മച്ചി പറഞ്ഞ തന്നെ കാര്യം. ഇതൊക്കെ ചുമ്മാതെ കത്തിക്കുന്നതാ. എന്നിട്ട് ഉടനെ ഒരു ഡയലോഗ് പറയും, അത് എൻ്റെ പോക്കറ്റ് കണ്ടിട്ടാണ് കത്തിച്ച് പറയും, അല്ലേ അത് എൻ്റെ മേൽ വരാത്തതുകൊണ്ട് സ്വോത്രം ചെയ്യുക. പോക്കറ്റിൻ്റെ ശുശ്രൂഷ എൻ്റെ മേൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്വോത്രം ചെയ്യുക, അല്ലേ അതുകൂടെ പറഞ്ഞേനെ. ഇപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? ദൈവം പറയുന്നു, വിശ്വാസത്തിൽ എന്ത് ചെയ്യണം? ഇത് വന്ന് ചേരുമെന്ന് എൻ്റെ അകത്തൊരു വിശ്വാസം വേണം. 99 വയസ്സായപ്പോൾ, അബ്രഹാമിന് 99 വയസ്സായപ്പോൾ അബ്രഹാമിന് ദൈവം പ്രത്യക്ഷനായി. അബ്രഹാമിനോട് വന്ന് പറയുക, അബ്രഹാമേ, ഞാൻ സർവശക്തിയുള്ള ദൈവമാ. കണ്ടോ കണ്ടോ കണ്ടോ, അവിടെയാണ് കളി മാറിപ്പോയത്. അങ്ങനെ നടന്നവർ എത്ര പേരുണ്ട്? പ്രവചനം കേട്ടിട്ട് നിങ്ങളൊരു സമയം വെച്ച് 3-ാം തീയതി നടക്കുമോ നിങ്ങൾ തന്നെ പേപ്പറിൽ അങ്ങ് എഴുതി, എന്നിട്ട് നടക്കാതിരുന്നപ്പോഴോ ദൈവത്തിന് പറയാൻ പറ്റിയോ? നീ എൻ്റെ മുൻപിൽ നടന്ന് നിഷ്കളങ്കനായി നടന്നെന്ന് ഇവിടെ പറയുന്ന കേട്ടോ. ഈ ദർശനം അല്ലെങ്കിൽ ദൈവം അവൻ്റെ മുന്നിൽ വെളിപ്പെടുവാനുള്ള കാരണം ഞാൻ സർവശക്തിയുള്ള അബ്രഹാമിനോട് പറയുക. അബ്രഹാമിന്റെ അകത്ത് ചില നിരാശകളൊക്കെ കാണാം, ഇല്ലേ? ദൈവം പറഞ്ഞ വാഗ്ദത്തമൊക്കെ ഇങ്ങനെ നിൽക്കുക, പക്ഷെങ്കിൽ ചെറിയ നിരാശകളൊക്കെ അബ്രഹാമിന്റെ അകത്ത് വരാം. ഇവിടെ പറഞ്ഞ അവനോട് സർവശക്തിയുള്ള ദൈവം വന്നിട്ട് പറയുക, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക, എനിക്കും നിനക്കും മധ്യേ എൻ്റെ നിയമത്തെ സ്ഥാപിക്കും, അതിനെ അധികമായി വർദ്ധിപ്പിക്കും എന്നരുളി ചെയ്തു. അപ്പോൾ അബ്രഹാം
ആ ആ നീ വിശ്വസ്തനായി നടന്നതുകൊണ്ട് ചോദിച്ചതിലും നനച്ചതിലും അത്യന്തപരം നീ ചിന്തിച്ചതൊരു തലമുറയാണെങ്കിൽ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി ഞാൻ നിന്നെ അഭിഷേകം ചെയ്യാൻ പോവാ. ഇന്ന് പകൽക്കാലം പറഞ്ഞ ദൈവത്തിന്റെ വഴിയിൽ കൂടെ നടക്കാൻ റെഡിയാണെങ്കിൽ നീ ചിന്തിക്കാത്ത ചിലത് ദൈവം നിനക്കായി കരുതി വെച്ചിട്ടുണ്ട്. ഓ, എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്. നീ ചിന്തിക്കാത്ത ചിലത് നനയ്ക്കാത്ത ചിലത് നിന്റെ ഭവനത്തിനകത്ത് വെളിപ്പെടുമെന്ന് പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അബ്രഹാം വിശ്വസ്തയോടെ ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ നടന്നപ്പോ ഈ സാഹചര്യങ്ങൾ അബ്രഹാമിന് മുന്നിൽ എതിരായി നിൽക്കുമ്പോ സ്വർഗത്തിലെ ദൈവം അവനോട് പറയുന്നു, ആമേ, നീ എന്റെ മുന്നിൽ നിഷ്കളങ്കനായി നടന്നതിനാൽ നിന്നെ ഞാൻ ബഹുജാതികൾക്ക് പിതാവാകാം. ഉൽപ്പത്തി 21 വരുമ്പോ ദൈവം വെച്ച അവധിയെ കുറിച്ച് പറയുന്നു. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 21-ാം അധ്യായം 1-ാമത്തെ വാക്യം. ഉൽപ്പത്തിയുടെ പുസ്തകം 21-ാം അധ്യായം 1-ാമത്തെ വാക്യം. ദൈവം അരുളി ചെയ്തതുപോലെ സാറായെ സന്ദർശിച്ചു. ദൈവം വാഗ്ദത്തം ചെയ്തത് സാറയ്ക്ക് നിവർത്തിച്ചു കൊടുത്തു. അബ്രാമിന്റെ വാർദ്ധക്യത്തിൽ ദൈവം അവനോട് അരുൾ ചെയ്തിരുന്ന അവധിക്ക് ദൈവം പറഞ്ഞ അവധിക്ക് ഇത് നമുക്കറിയത്തില്ല. ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ വിശ്വസിക്കാൻ റെഡി ആയിക്കോ, അത് നിന്റെ മേൽ വരിക തന്നെ ചെയ്യും. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന് എത്ര വലിയ മഴ പെയ്താലും, എത്ര വലിയ പ്രതികൂലം വന്നാലും, എത്ര വലിയ പിശാചിന്റെ ബന്ധനം വന്നാലും, നിന്നെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ അറിയണം. നിന്നെ പൊട്ടക്കിണറ്റിൽ തള്ളിയാലും, നിന്നെ നിന്ദിച്ചാലും, നിന്നെ പരിഹസിച്ചാലും, നിന്നെ കാരാഗ്രഹത്തിൽ തള്ളിയാലും, നിനക്കൊരവധി വെച്ചിട്ട് ആ അവധിക്ക് ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന്, ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന വിശ്വസിക്കുന്നവർക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യുക. അത് നിന്റെ മേൽ വന്ന് ചേരുക തന്നെ ചെയ്യുക. അത് നിന്റെ തലമുറയുടെ മേൽ വന്ന് ചേരുക തന്നെ ചെയ്യുക. അത് ദൈവത്താൽ സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്നവർക്കായി കർത്താവിനെ സ്തോത്രം ചെയ്യുക. അത് നമ്മുടെ ടൈമിനല്ല, അവനൊരു അവധി വെച്ചിട്ടുണ്ട്. എത്ര പേര് വിശ്വസ്തയോടെ ദൈവസന്നിധി വിശ്വാസത്തോടെ മറുതലിപ്പില്ലാതെ പിറുവിറുപ്പില്ലാതെ ദൈവസന്നിധി നിൽക്കാൻ റെഡിയാണെങ്കിൽ, നെടുമ്പാട് വീണ് ദൈവസന്നിധി കരയാൻ റെഡിയാണെങ്കിൽ, ഇന്ന് പകൽ അറിഞ്ഞോ, നിന്നെ നഷ്ടപ്പെട്ടു പോയത് വെട്ടുക്കിളിയെ തുള്ളനെ തിന്നു മുടിച്ച് ഒരു കാലമുണ്ടെങ്കിൽ ആ കാലത്തെ ദൈവം തമ്പുരാൻ തറന്ന് ആ ദൈവം നിന്നെ അനുഗ്രഹിച്ച് നിന്നെ തെരുവിൽ കൂടെ ദേശത്തിൽ കൂടെ നടത്തുന്ന ഒരു കാലം വിദൂരമല്ല. അത് ദൈവം പറഞ്ഞതാണെങ്കിൽ അത് നിന്റെ ജീവിതത്തിൽ വന്നു ചേരുമെന്ന് പറയുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. അപ്പം പ്രതികൂലം വരത്തില്ലെന്ന് ബൈബിൾ പറഞ്ഞോ? പ്രതികൂലം വരും. പ്രതികൂലത്തിന്റെ മധ്യത്തിലും ദൈവം നമ്മളെ കരുതുമെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അതുകൊണ്ട് സങ്കീർത്തനം 34-ാം അധ്യായത്തിന്റെ അതിന്റെ 17-ാമത്തെ 19-ാമത്തെ വാക്യം. 19 നീതിമാന്റെ അനർത്ഥങ്ങൾ അസഹ്യമാവുന്നു. ഇന്ന് ധൈര്യത്തോടെ പറയാവോ? വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നവരും ദൈവാത്മാവിന്റെ നടത്തിപ്പിലാവുന്ന പ്രശ്നം വരത്തില്ലെന്ന് പറഞ്ഞു. മത്തായിയുടെ സുവിശേഷത്തിനകത്ത് പറഞ്ഞു, വൻമഴ ചൊരിഞ്ഞു, കാറ്റടിച്ചു, മണലിന്മേൽ വെച്ച വീടും പാറയുടെ മേൽ വെച്ച വീടും രണ്ടിനും മൺമഴ ചൊരിഞ്ഞു, കാറ്റടിച്ചു. എന്ന പാറയുടെ മേൽ അടിസ്ഥാനമിട്ടതിനെ തകർക്കാൻ പറ്റിയില്ലെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ നീ ഉറച്ചു നിൽക്കുന്നതാണെങ്കിൽ ഈ കാറ്റും കോളും അതിലെ വന്ന് പൊക്കോളും കേട്ടോ. നിന്നെ തകർക്കുവാൻ ഒരു ശക്തിക്കും പറ്റത്തില്ല. കാരണം നീ വാഗ്ദത്തത്താൽ പിടിക്കപ്പെട്ടവനാ. തക്ക സമയത്ത് ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന്, തക്ക സമയത്ത് നിന്റെ തലമുറയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ദൈവം പറഞ്ഞു. വാഗ്ദത്തം മാറിപ്പോകത്തില്ലെന്ന് എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഇന്ന് പകൽക്കാലം എന്നെ വിളിച്ച് വേർതിരിച്ച് ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അവന്റെ പദ്ധതി എന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുമെന്ന്, അവന്റെ സാന്നിധ്യം എന്റെ കൂടെ ഇരിക്കുമെന്ന്, അവന്റെ പ്രവൃത്തി എന്റെ മേൽ വെളിപ്പെടുമെന്ന്. ഞാൻ രോഗിയായിട്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഞാൻ സൗഖ്യത്തോടെ ദേശത്ത് നടക്കുമെന്ന്, അല്ല ഇന്ന് ഭാരത്തിനകത്ത് ഇരുന്നുണ്ടെങ്കിൽ ഭാരമില്ലാതെ ഞാൻ നടക്കുമെന്ന് വിശ്വസിക്കുന്നവർക്ക് ദൈവം പറഞ്ഞത് ഭാരത്തോടെ നടക്കുമെന്നല്ല, നീ സൗഖ്യത്തോടെയും വിടുതലോടെ നടക്കുമെന്ന് ദൈവം നിന്റെ മേൽ വാഗ്ദത്തം
തടയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുക. കാരണം ഞാൻ വിശ്വസിക്കുന്നത് ആമേൻ സകലത്തിന്റെ ഉടയവനായവൻ, സകലത്തിന്റെ നാഥനായ എന്റെ ദൈവത്തെ ഞാൻ വിശ്വസിക്കുമ്പോൾ എന്റെ കർത്താവ് എനിക്ക് വേണ്ടി വഴികളെ തുറക്കുമെന്ന് ഇന്ന് പകൽ വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അതുകൊണ്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം പറയുക, യഹോവ നമ്മുടെ ന്യായാധിപനാണ്. ഓ ഹല്ലേലൂയ! എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? യഹോവ നമ്മുടെ ന്യായദാതാവും യഹോവ നമ്മുടെ രാജാവും, അവൻ നമ്മളെ രക്ഷിക്കും എന്ന് പറയൂ. എന്റെ കർത്താവ് എന്നെ രക്ഷിക്കും. ഹല്ലേലൂയ! ഇന്ന് കാണുന്ന പ്രതിസന്ധി എന്നെ രക്ഷിക്കും എന്ന് പറയാൻ പറ്റുമോ? ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ചില നിന്ദകളിൽ നിന്ന് എന്റെ കർത്താവ് എന്നെ രക്ഷിക്കും. ഹല്ലേലൂയ! ഇന്ന് കാണുന്ന ചില വഴികൾ അടയപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ എന്റെ രാജാവ് എനിക്ക് വേണ്ടി ചില വാതിലുകളെ തുറക്കാൻ പോവുക. ഓ ഇന്ന് പകൽക്കാൽ പത്രോസിനോട് ചോദിച്ച പത്രോസ് പറയും, എന്നെ രക്ഷിക്കുന്ന എന്റെ ഒരു ദാതാവുണ്ട്. ഹല്ലേലൂയ! അവിടെയാണ് ഉടയവനുമായിട്ടുള്ള ബന്ധം വരുന്നത്. എന്റെ ബന്ധം നിൽക്കേണ്ടത് എന്റെ ദൈവവുമായിട്ടാണ്. അതുകൊണ്ട് പറയും, യഹോവ എന്റെ ന്യായാധിപനാണ്. ഹല്ലേലൂയ! എന്നിട്ട് പറയും, യഹോവ നമ്മുടെ ന്യായദാതാവാണ്, യഹോവ നമ്മുടെ രാജാവാണ്. ഹല്ലേലൂയ! ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ പറയണം. ഹല്ലേലൂയ! ഇന്ന് പകൽ ദൈവാത്മാവിനകത്ത് വിളിച്ചു പറ, എനിക്കൊരു രാജാവുണ്ട്. ഹല്ലേലൂയ! എനിക്കൊരു ദാതാവുണ്ട്. ഓ അവൻ എന്നെ കരുതുന്നവനാ. ഹല്ലേലൂയ! എന്റെ ചിന്താകുലം അവന്റെ മേലാ. എനിക്ക് ഹല്ലേലൂയ ഞാൻ അവനെ വിശ്വസിക്കുന്നതാണെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ അറിഞ്ഞോ, എനിക്ക് വേണ്ടി ചില നല്ല വാതിലുകളെ അവൻ തുറന്നു തരുമെന്ന് വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തോത്രം ചെയ്തു. അപ്പൊ വിശ്വാസത്തിനകത്തുനിന്ന് എന്ത് ചെയ്യാൻ പാടില്ല? പിന്തിരിയല്. അനുഗ്രഹത്തെ തടയുന്ന ആരാണ്? നമ്മൾ തന്നെയാ. സദൃശവാക്യകാരൻ പറഞ്ഞു, ശാപവും അനുഗ്രഹവും നിന്റെ നാവിന്മേൽ അധികാരപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നെഗറ്റീവായ ഒരു കാര്യം നീ പറയാൻ നിൽക്കല്ലേ. മനുഷ്യൻ പറഞ്ഞോട്ടെ, മറ്റുള്ളവർ പറഞ്ഞോ, നീ പറയല്ലേ. ദൈവം നിന്റെ മേലൊരു പദ്ധതി ഇട്ടിട്ടുണ്ട്. ഹല്ലേലൂയ! സാറ അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമിനതൊരു വിഷയമല്ല, ദൈവം പറഞ്ഞതാ അബ്രഹാം കേട്ടത്. ഇന്ന് ദൈവം പറഞ്ഞ കേട്ടവർക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യുക. ആമേൻ! നമ്മുടെ അകത്ത് ദൈവം ആഗ്രഹിക്കുന്ന തലത്തിൽ നമ്മൾ വരാതിരിക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? നമ്മുടെ വിശ്വാസത്തിനകത്ത് എന്ത് ചെയ്യുന്നില്ല? നമ്മൾ ഉറച്ചു നിൽക്കുന്നില്ല. നമ്മുടെ വിശ്വാസത്തിനകത്ത് നമ്മൾ ഉറച്ചു നിൽക്കാതിരുന്നു കഴിഞ്ഞാൽ വിശ്വാസത്തിനകത്തുനിന്ന് നമ്മൾ വ്യതിചലിക്കാൻ തുടങ്ങിയാൽ എന്തുകൊണ്ടാണ്? ദൈവത്തിന്റെ പരിജ്ഞാനമില്ലാത്തതുകൊണ്ട്, ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാടകത്തില്ലാത്തതുകൊണ്ട്, ദൈവം ആരാന്ന് നമ്മുടെ അകത്ത് വെളിപ്പെടാത്തതുകൊണ്ട്. ആദ്യനും അന്ത്യനുമാന്ന് പറഞ്ഞു, ആൽഫ ഒമേഗ എന്ന് പറഞ്ഞു. ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയാലും ദൈവത്തിന് മാറ്റമൊന്നുമില്ല. ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ അടുത്ത തലമുറയുടെയും കർത്താവ് യേശു തന്നെയാ. അതിൻ്റെ അടുത്ത തലമുറയുടെയും യേശു കർത്താവ് തന്നെയാ. ഇന്ന് പകൽക്കാലം പറയണോ, ഒരു പീരീഡ് ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ പീരീഡിൽ എൻ്റെ കർത്താവിനെ ഞാനൊരു വാഗ്ദത്തത്തിന് അവകാശിയായി മാറണം. ഹല്ലേലൂയ! ഇവിടെ പറയുന്ന ഒരു വാക്കുണ്ട്, ഹോശേയ പ്രവാചകന്റെ പുസ്തകം 4-ാം പരിജ്ഞാനമില്ലായെങ്കിൽ എൻ്റെ ജനം എന്ത് ചെയ്യുന്നു? നശിച്ചു പോകുന്നു. പരിജ്ഞാനത്തെ ത്യജിക്കുകൊണ്ട് നീ എനിക്ക് പുരോഹിതനായിരിക്കാൻ തക്കവണ്ണം ഞാൻ നിന്നെയും ത്യജിക്കും. നീ നിന്റെ ദൈവത്തിന്റെ ന്യായപ്രമാണം മറന്നു കളഞ്ഞതുകൊണ്ട് ഞാൻ നിന്റെ മക്കളെയും മറന്നു കളയും. പിടികിട്ടിയോ? ദൈവത്തെ വിശ്വസിക്കാതിരുന്നാൽ, ദൈവത്തിന്റെ കരുതലിനെ മനസ്സിലാക്കാതിരുന്നാൽ, ദൈവ ശബ്ദത്തെ കേൾക്കാതിരുന്നാൽ ദൈവം എന്ത് ചെയ്യും? തള്ളിക്കളയും. ദൈവശബ്ദം എന്താ പറയുന്നത് നിന്നോട്? അബ്രഹാമിനെ ദൈവം വിളിക്കുമ്പോൾ പറയുന്നു, എന്താ ദൈവം പറഞ്ഞേ? ചാർച്ചക്കാർ പിതൃഭവനം വിട്ട് ഇറങ്ങ. ദൈവ ശബ്ദം നിന്റെ അകത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നീ ഉപ്പുതൂണാകാൻ നിൽക്കല്ലേ. ലോത്തിന്റെ ഭാര്യയെ പോലെ നീ ഉപ്പുതൂണാകാൻ നിൽക്കല്ലേ. വിളിച്ച വിളിക്കൊത്തവണ ഇറങ്ങിക്കോണം. ദൈവം നിന്റെ മേൽ ഇട്ടിരിക്കുന്നതാണെങ്കിൽ ദൈവത്തിന്റെ വിളിക്കൊത്തവണം. അതുകൊണ്ട് പറഞ്ഞു, പരിജ്ഞാനമില്ലായകൽ എൻ്റെ ജനം എന്ത് ചെയ്യുന്നു? നശിച്ചു പോകുന്നു. ആരുടെ ജനമാണെന്നാ പറഞ്ഞേ? ദൈവത്തിന്റെ ജനം നശിച്ചു പോകുന്നു. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു പറയുക? നീ എനിക്ക് പുരോഹിതനായിരിക്കുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ ത്യജിക്കും. എന്നിട്ട് പറയുക, നീ നിന്റെ ദൈവത്തിന്റെ ന്യായപ്രമാണം മറഞ്ഞു കളഞ്ഞതുകൊണ്ട് ഞാൻ നിന്റെ മക്കളെ എന്ത് ചെയ്യും? അനുഗ്രഹത്തെ തടയുന്നതിൻ്റെ കാരണം നമ്മുടെ വിശ്വാസമില്ലായ്മ. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്?
ഇന്ന് പകൽക്കാലം പറയണം, നിന്റെ റൂട്ടിലല്ല ദൈവം അനുഗ്രഹിക്കുന്ന, ദൈവത്തിൻ്റെ വഴിയിലാണ്. ദൈവസന്നിധി ദൈവത്തെ വിശ്വാസത്തോടെ ഉറച്ചു നിന്ന്, ദൈവസന്നിധി ദൈവത്തിന് മഹത്വം കൊടുത്ത്, ആമീൻ, ദൈവത്തോട് ചോദ്യം ചെയ്യാതെ വിശ്വസ്തയോടെ നിൽക്കാൻ റെഡിയാണെങ്കിൽ ഇന്ന് പകലിൽ അറിഞ്ഞോ, കിഴക്ക് നിന്നുമല്ല പടിഞ്ഞാറ് നിന്നുമല്ല തെക്കു നിന്നുമല്ല ഉയർച്ച വരുന്നത്. ഓ, എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുള്ളൂ. ഓ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാ, കിഴക്കൊന്നുമല്ല തെക്കൊന്നുമല്ല വടക്കൊന്നുമല്ല പടിഞ്ഞാറൊന്നുമല്ല, ഓ നിന്റെ ഉയർച്ച വരാൻ പോകുന്നത് ഇന്ന് പകൽ പരിശുദ്ധാത്മായി പറയാം. ദൈവത്തിൽ നിന്ന് ഒരു അത്ഭുതം നടക്കുമെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യാം. ദൈവത്തിൽ നിന്ന് എനിക്കൊരു അത്ഭുതം നടക്കുമെന്ന്. അതുകൊണ്ട് പറയുന്നു, ദൈവം ന്യായാധിപതിയാകുന്നു, അവൻ ഒരുത്തനെ താഴ്ത്തുകയും മറ്റൊരുത്തനെ ഉയർത്തുകയും ചെയ്യുന്ന ദൈവമാ. ഇന്ന് ഉയർച്ചയ്ക്കകത്തുള്ളവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഉയർച്ചയ്ക്കകത്ത് ദൈവത്തിന്റെ ശബ്ദം കേട്ട് ഇറങ്ങിയവർക്ക് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുക. ഇന്ന് പകൽ വിളിച്ചു പറയണം, കിഴക്കൊന്നുമല്ല തെക്കൊന്നുമല്ല പടിഞ്ഞാറൊന്നുമല്ല അമ്മച്ചൽ നിന്നുമല്ല വെളിച്ചവനിൽ നിന്നുമല്ല സ്വർഗം എനിക്ക് വേണ്ടി കരുത്. ഓ, ഇന്ന് പകൽ നിന്നെ സഹായിക്കാമെന്ന് പറഞ്ഞവർ അനേകർ കാണും. എന്നാൽ നിന്റെ ആശ്രയം ദൈവത്തിലാകണം. എത്ര പേര് ആമേൻ പറയുന്നത്? ആശ്രയം ദൈവത്തിലാണെങ്കിൽ ഇന്ന് നിനക്കുള്ള മഞ്ഞും മഴയും റെഡിയാണ് കേട്ടോ. ഇന്ന് പകൽ ആശ്രയം ദൈവത്തിൽ വെക്കാൻ റെഡിയാണെങ്കിൽ ഇന്ന് പൽക്കാലം എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. വഴികളെ തുറന്ന് അനുഗ്രഹിക്കുന്ന ഒരു നല്ല കർത്താവുണ്ടെന്ന് എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ നിങ്ങളുടെ അകത്തറിയണം എന്താണ്. നിങ്ങൾ ആശ്രയങ്ങൾ പലതിൽ വെക്കും. മനുഷ്യരിൽ എന്ത് ചെയ്യല്ലേ? ഓ, ഇന്ന് പിടികെട്ടിയൊക്കെ വെക്കുന്നുണ്ടോ? ആത്മാവ് എന്നെ കൊണ്ടൊരു ദൂത് പറഞ്ഞെങ്കിൽ എന്നിൽ ആശ്രയം എന്ന് പറഞ്ഞാൽ എന്നെ ശല്യം ചെയ്യല്ലെന്നാ ഞാൻ പറഞ്ഞതിന്റെ കാരണം. ആത്മാവ് വെളിപ്പെടുത്താനുള്ള വെളിപ്പെടുത്തി തീർന്നേ. ചട്ടുകം കൊണ്ട് മറിച്ചിട്ട ചട്ടുകത്തിന് എന്നാ പ്രാധാന്യം? ആ ഡ്യൂട്ടി കഴിഞ്ഞു, ദൈവം പറഞ്ഞു, ദൈവത്തിന്റെ ദൗത്യം കഴിഞ്ഞു. ആ ദൈവം പറയാനുള്ള കാര്യം ആരെക്കൊണ്ട്? യെരമ്യാവിനോട് പറഞ്ഞ പോലെ തന്നെ പറയിച്ചു. അടുത്തതോ, ഇതിനെ ആര് വിശ്വസിക്കണം? നേരെ തിരിച്ചല്ല ഇങ്ങോട്ട് പോരുന്നേ. ഓ, അയാൾ ഇമ്മ പറഞ്ഞ ദൈവാത്മാവ് പറഞ്ഞതിനെ ആര് വിശ്വസിക്കണം? കേൾക്കുന്നവൻ വിശ്വസിക്കണം. പറഞ്ഞ ദൈവാത്മാവ് വെളിപ്പെടുത്തിയതിന്റെ പുറത്ത് നിന്റെ ഒരു പ്രാർത്ഥന വെളിപ്പെടണം. ദൈവസന്നിധിയിൽ നീ വിശ്വസ്തരെന്ന് ആരുടെ മുന്നേ തെളിയിച്ചു കൊടുക്കണം? ദൈവത്തിന്റെ മുന്നിൽ. പറഞ്ഞവന്റെ മുന്നിൽ വല്ലതും വെളിപ്പെടുത്തിയിട്ട് വല്ല കാര്യമുണ്ടോ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ദൈവാത്മാവ് വെളിപ്പെടുത്തുമ്പോൾ ദൈവശബ്ദം എന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുത്ത് ദൈവത്തിനോട് ചേർന്ന് നടന്നാൽ, ഏലിയാവ് എലീശായെ വിളിക്കുന്ന നിങ്ങൾ നോക്കിക്കോണം. കഴിഞ്ഞ അടുത്തിടെ എത്തുപോയതാ. പല മേഖലകളിൽ 50ഓളം ശിഷ്യന്മാർ ഏലിയാവിനുണ്ടായിരുന്നു. ഇവരുടെ മുന്നിലൊന്നും യോർദാൻ വഴിമാറിയില്ല. ഏലീശായുടെ മുന്നിൽ വഴിമാറി. അവൻ ഏലിയാവിനോട് ചേർന്ന് നിന്നവനാ. ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ റെഡിയാണെങ്കിൽ നിനക്കുള്ള വാതിൽ ദൈവം തമ്മിൽ തുറന്നു വരും. ഹല്ലേലൂയ. ഇന്ന് പകൽ എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുക? ദൈവത്തോട് ചേർന്ന് നടക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. വിശ്വാസത്തിനകത്തുറച്ച് ദൈവത്തോട് ചേർന്ന് നടക്കുന്നവർക്കായി ദൈവത്തിന്റെ കരുതലുകളെ വെളിപ്പെടും. വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് കൊരിന്ത്യർ ലേഖനക്കാരൻ 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം 1 കൊരിന്ത്യർ 3-ാം അധ്യായം 21-ാമത്തെ വാക്യം പറയാം. ആകയാൽ ആരും മനുഷ്യരിൽ എന്ത് ചെയ്യരുത്? പ്രശംസിക്കരുത്. സകലവും നിങ്ങൾക്കുള്ളതല്ലോ. അപ്പൊ നമ്മുടെ കഴിവ് കൊണ്ടോ പ്രാപ്തി കൊണ്ടോ ശക്തി കൊണ്ടോ ആണെന്നൊന്നും പറയല്ലേ. ഇതാരുടെ കൃപയാ? ദൈവത്തിൻ്റെ ഒരു കരുണയാ. പാപം മറച്ചു കിട്ടിയവനും ലംഘനം ക്ഷമിച്ച് കിട്ടിയവനും ഭാഗ്യവാനാ. ചിലരുടെ പാപത്തെ ദൈവം കണക്കിടത്തില്ല. കാരണം അവൻ്റെ വിശ്വസ്തതയാ. ചിലർ ഭാവിത് പറയുന്നല്ലേ, പാപം ചിലർക്ക് ദൈവം ക്ഷമിച്ച് കിട്ടിയവൻ എന്ത് ചെയ്താ? ഭാഗ്യവാനാ. ദൈവത്തെ ചോദ്യം ചെയ്യാൻ ആർക്കും പറ്റത്തില്ല. ഇവിടെ പറയുന്ന വാക്കിനകത്ത് പറയുകയാണ്, ആകയാൽ ആരും എന്ത് ചെയ്യരുത്? മനുഷ്യരിൽ ആരും പ്രശംസിക്കരുത്. സകലവും
നിങ്ങൾക്കുള്ള. ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അപ്പൊ നിങ്ങളുടെ അകത്തുള്ള വിശ്വാസത്തിനകത്ത് എന്ത് ചെയ്യണം? ദൈവത്തിലൊരു വിശ്വാസത്തിലേക്ക് നിങ്ങൾ കടക്കണം. ദൈവസന്നിധിയിൽ ദൈവം നിങ്ങളുടെ അകത്ത് പിടികിട്ടുന്നുണ്ടോ? ഒരു ദൂത് വിട്ടു, ഒരു പ്രവചനം വിട്ടു, ദൈവാത്മാവ് ഒരു പ്രവചനം നടത്തി, അത് കേട്ടു, അതിലൂടെ പോയി, അതും പോയി, പ്രവചനവും പോയി. ലഭിക്കപ്പെട്ടതിൻ്റെ പുറകിൽ അബ്രഹാം നെടുമ്പാട് വീണതുപോലെ ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നവരാകണം. വാക്തത്വങ്ങളുടെ പുറകിൽ എന്നോട് ദൈവം പറഞ്ഞ വാക്തത്വങ്ങളുടെ പുറകിൽ ഞാൻ 10 വർഷമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. 2015 കേട്ട വാക്തത്വത്തിൻ്റെ പുറകിൽ ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ല. എന്നാൽ ചിലതെല്ലാം ദൈവം തന്നു കഴിഞ്ഞു, ഇനി വരാൻ കിടക്കുന്നു. എന്ത് ചെയ്യണം? അതിൻ്റെ പുറകിൽ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ദൈവസന്നിധിയിൽ വിശ്വസിക്കുന്നവരായി മാറണം. ദൈവസന്നിധിയിൽ എന്ത് ചെയ്യണം? വിശ്വാസത്തിൽ എന്ത് ചെയ്യണം? ഉറയ്ക്കുന്നവരാകണം. വിശ്വാസത്തിൽ നിങ്ങൾ ഉറയ്ക്കുന്നവരാകണം. വിശ്വാസത്തിൽ നിങ്ങൾ ഉറയ്ക്കണം. ഇത് എൻ്റെ ഭവനത്തിൽ വന്നു ചേരും എന്ന് എന്ത് ചെയ്യണം? വിശ്വസിക്കുന്നവരാകണം. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഹല്ലേലൂയ. അപ്പൊ ഈ നമ്മള് ഈ 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 17-ാം അധ്യായത്തിൽ വരുമ്പോഴേ, 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിൽ വരുമ്പോ 12-ാമത്തെ വാക്യത്തിൽ വരുമ്പോഴേ ഏലിയാവിനെ ദൈവം തമ്പുരാൻ കാണിക്കും. ഏലിയാവിനെ കാക്കയെ കൊണ്ട് ദൈവം പോറ്റിക്കൊണ്ടിരിക്കുക. ആരായതുകൊണ്ടായിരിക്കാം? ദൈവത്തിൻ്റെ വിശ്വസ്തനായതുകൊണ്ടാണ്. ഏലിയാവിനെ ദൈവം തമ്പുരാൻ പോറ്റുന്നു. തോടും വറ്റി, കാക്കയുടെ വരവും നിന്നു. ആ സമയം സറാഫത്തിലേക്ക് പൊക്കോളുവാൻ ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി. 12-ാമത്തെ അധ്യായത്തിൽ 12-ാമത്തെ വാക്യം 17-12 വരുമ്പോ അതിനവൾ ഞങ്ങളുടെ ഇനി ഒന്നുമില്ല. ഇന്ന് പകലിൽ നിങ്ങൾ വിശ്വസിച്ചു ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടാനാ ഞാൻ ഈ വാക്യത്തിലേക്ക് വരുന്ന. ഒരു ദൈവ വെളിപ്പാട് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ശൂന്യത മാത്രമേ ഉള്ളെങ്കിലും ഇന്ന് ആത്മാവിനകത്ത് പറയാം, ചില വാതിൽ ദൈവം തുറക്കാൻ പോവാ. ഇന്ന് എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ചില വഴികൾ ദൈവം ഈ പകലിൽ തുറക്കപ്പെടാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ ചില വാതിലുകളെ ദൈവം തുറക്കുവാൻ ദൈവം പദ്ധതി ഇടുകയാണ്. അതുകൊണ്ട് ഇവരുടെ കാര്യം പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല, ഞങ്ങളുടെ ഇരിക്കുന്ന ഒരു ശകലം മാവ് മാത്രമേ ഉള്ളൂ, അത് ഞാനും മകനും കഴിച്ച് ജീവിതത്തിൽ നിന്ന് മാറുവാൻ ഞങ്ങൾ ആയിരിക്കും മരിപ്പാനിരിക്കുന്നു എന്ന് പറഞ്ഞു. ഏലിയാവളോട് ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ അറിയണ്ടേ, ചില പ്രതിസന്ധികളുടെ മധ്യത്തിൽ, ചില പ്രതികൂലത്തിന്റെ മധ്യത്തിൽ നിങ്ങളുടെ അകത്തൊരു ഭയം കയറുന്നുണ്ടോ? ഭയം കൊണ്ടിടുന്നത് പിശാചിന്റെ പദ്ധതിയാ. യേശു പലപ്പോഴും പറയുന്നു, ഭയപ്പെടേണ്ട, ഞാനാകുന്നു, ഭയപ്പെടേണ്ട. പൗലോസ് കപ്പൽ ഛേദത്തിന്റെ സമയത്ത് ഭയത്തോടെ നിൽക്കുമ്പോൾ സ്വർഗത്തിന്റെ ദൂതൻ ഇറങ്ങിയിട്ട് പറഞ്ഞു, പൗലോസേ ഭയപ്പെടേണ്ട, ഇന്ന് പകലിൽ നിങ്ങളുടെ അകത്ത് വെളിപ്പെടണം. ഇന്ന് നിങ്ങൾ ചില പ്രതിസന്ധിക്കകത്തൂടെ പോകുന്നുണ്ടെങ്കിൽ, ചില വഴികൾ അടയപ്പെട്ട രീതി നിൽപ്പുണ്ടെങ്കിൽ, ചില നന്മയുടെ വാതിൽ അടയപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, സ്വർഗത്തിന്റെ ദൂതന്മാർ ഇന്ന് വിളിച്ചു പറയുക, നീ ഇന്ന് ഭയപ്പെടേണ്ട, സ്വർഗം ചില പദ്ധതികളുമായി ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് പകൽ വിശ്വസിക്കുന്നവരോട് ഞാൻ വിളിച്ചു പറയാ, നീ ഇന്ന് പകൽക്കാലം പേടിച്ചു നിൽക്കുന്ന ചില വിഷയങ്ങൾ ഇന്ന് പകൽ വഴിമാറാൻ പോകുക. ഇന്ന് ചില ദൈവപ്രവൃത്തി പരിശുദ്ധാത്മാവി വെളിപ്പെടാൻ പോകുക. ഇത്ര ഒരു വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്. നീ ഭയപ്പെട്ടോണ്ടിരുന്നത് ഇനി നിന്റെ ജീവിതത്തിൽ ഭയപ്പെടലേ വരത്തില്ല. നീ പേടിച്ചുകൊണ്ടിരുന്നത്, മുന്നോട്ടെങ്ങനെ പോകുവാൻ ചോദിച്ചുകൊണ്ടിരുന്നത് ഇനി അതുകൊണ്ടാണ് ഏലിയ അവളോട് പറയുന്നു, ഭയപ്പെടേണ്ട, നീ ചെന്ന് നീ പറഞ്ഞതുപോലെ ചെയ്യുക. ഇന്ന് നിന്നോട് പറയുന്നു, ഞാൻ പറഞ്ഞതുപോലെ ചെയ്യുക എന്ന് എലിയ പ്രവാചകൻ പറയുമ്പോ, എന്നാൽ ആദ്യം എനിക്കൊരു ചെറിയ അടവുണ്ടാക്കി കൊണ്ടുവരിക, പിന്നെ നിനക്ക് നിന്റെ മകനും വേണ്ടത് ഉണ്ടാക്കിക്കൊള്ളുക. ഇന്ന് പകൽ ആത്മാവിനകത്ത് അറിയണം, നീ ഭയപ്പെട്ടുകൊണ്ടിരുന്ന വിഷയം ഇന്ന് പകൽ ക്യാൻസൽ ചെയ്യാൻ പോവുക. ഇന്ന് പകൽക്കാലം നിന്റെ ചില വഴികളുടെ മധ്യത്തിൽ നീ ഭയത്തോടെ നിൽക്കുന്നുണ്ടോ? ചില കടഭാരത്തിന്റെ വിഷയത്തിന്റെ മോളിൽ നിൽപ്പുണ്ടോ? ചില തലമുറയുടെ വിഷയത്തിന്റെ മോളിൽ നിൽപ്പുണ്ടോ? വഴികൾ അടയുമെന്ന് പറയുന്നുണ്ടോ? ഇന്ന് പകൽക്കാലം ഒരു പ്രവചന ശബ്ദം വെളിപ്പെടുകയോ, നീ കണ്ട ദർശനം വെളിപ്പെടാൻ പോകുകയോ, നീ കണ്ടത് അത്ഭുതത്തെ ഇന്ന് പകൽ നിന്റെ ജീവിതത്തിനകത്ത് വരാൻ പോകുകയോ എന്ന് വിശ്വസിക്കുന്നവർ മാത്രം കർത്താവിനെ സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഏലിയാവ് വിളിച്ചു പറയുന്നു, യഹോവ ഭൂമി മഴ
മഴ പെയ്യിക്കുന്ന നാൾ വരെ കലത്തിലെ മാവ് തീർന്നു പോകത്തില്ല. എത്ര പേര് ആമീൻ പറഞ്ഞു? ആമീൻ. ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോകുകയില്ല എന്ന് ഇസ്രായേലിന്റെ ദൈവ യഹോവ അരുളിച്ചെയ്തെന്ന് പറഞ്ഞു. അവൾ ഏലിയ പറഞ്ഞതുപോലെ ചെയ്തു. അങ്ങനെ അവളും അവന്റെ വീട്ടുകാർ ഇന്ന് പകൽക്കാല ദൈവം പറഞ്ഞതുപോലെ ഇന്ന് അനുസരിക്കാൻ റെഡിയാണെങ്കിൽ, ദൈവം നിന്നോട് സംസാരിച്ചത് കേട്ട് നിൽക്കാൻ റെഡിയാണെങ്കിൽ, 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം നിർത്തി. 4-ാം അധ്യായം 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 2-ാമത്തെ വാക്യം. എലീശയുടെ അടുത്ത് ഒരു സ്ത്രീ വന്നു. ആ സ്ത്രീ വന്നിട്ട് പറയുക, എലീശ അവളോട്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണം? വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. ഒരു ഭരണി എണ്ണയല്ലാതെ അടിയന്റെ വീട്ടിൽ മറ്റൊന്നുമില്ല എന്ന് അവൾ പറഞ്ഞു. അതിന് അവൻ, നീ ചെന്ന് നിന്റെ അയൽക്കാരോടൊക്കെയും വെറും പാത്രങ്ങൾ വായ്പ വാങ്ങുക, പാത്രങ്ങൾ കുറവായിരിക്കരുത്. ആമേൻ. എന്നിട്ട് ഈ പകല് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഒരു മനുഷ്യന്റെ ശബ്ദം ആരുടെ ശബ്ദമായി ഗ്രഹിച്ചു? ദൈവം പറഞ്ഞ ശബ്ദത്തെ ആ സ്ത്രീ വിശ്വസിക്കാൻ തുടങ്ങി. ഇന്ന് പകലറിഞ്ഞു, നിങ്ങളുടെ അകത്ത് ഈ വിശ്വാസം കടക്കുകയാണെങ്കിൽ അത്ഭുതം നടക്കുള്ളൂ. ഞാൻ ഈ വചനം കൊണ്ടുവന്നതിൻ്റെ കാരണം അതാ. ഒന്ന്, ഇത് വെളിപ്പെടുത്തുന്നത് ആരുടെ ആത്മാവാ നിങ്ങളുടെ അകത്തറിയണം. ദൈവം വെളിപ്പെടുത്തിയത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. വിശ്വസിച്ചവളാ പറഞ്ഞേ. എലീശയുടെ അടുത്ത് വന്നപ്പോൾ അവൾ പറഞ്ഞു, നിന്റെ കയ്യിൽ എന്തുള്ളൂ? ഒരു ഭരണി എണ്ണ മാത്രമേ ഉള്ളൂ, നീ പൊയ്ക്കോ, നീ അവിടെ ചെന്ന് കലങ്ങൾ മേടിച്ച് പകർന്നോളാൻ പറഞ്ഞു. അവൾ അന്നേരം വിശ്വാസത്തോടെ ഇവൾ സ്റ്റെപ്പ് വെച്ചു. ഇവൾ വീട്ടിൽ ചെന്ന് അടുത്തുള്ളവരുടെ പല ഭരണികൾ മേടിച്ച് ഇവൾ എണ്ണ പകരുവാൻ തുടങ്ങി. അകത്തറിയണം ഇവക്കാരിൽ വിശ്വാസമുണ്ട്. ഇവിടെ അത്ഭുതം നടക്കത്തുള്ളൂ കേട്ടോ. ദൈവത്തിനകത്ത് വിശ്വാസമില്ലാത്തവർ ചെന്ന് പറയും, എൻ്റെ പൊന്നു മക്കളെ, പുള്ളിക്കാരൻ പറഞ്ഞു വിട്ടേക്കുന്ന ഇതാ, അങ്ങോട്ട് ഒഴിച്ചുകൊണ്ടിരുന്ന ആളാണ് പറഞ്ഞേക്കുന്നത്, അയലോക്കത്തെ വീട്ടിൽ നിന്ന് ഭരണി മേടിക്കുക, ചുമ്മാതെ, വേറെ കാര്യങ്ങളൊന്നുമില്ല എന്നേ പറയത്തുള്ളൂ. ആണോ? നിങ്ങൾ എത്ര പേര് അങ്ങനെ പോകുന്നു? ഇപ്പോൾ കേൾക്കുന്നവരുണ്ട്. കേൾക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. എന്നാൽ അകത്ത് വിശ്വാസമുള്ളവർ അത്ഭുതങ്ങളെ കാണും. ഹല്ലേലൂയ. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഹല്ലേലൂയ. അകത്ത് വിശ്വാസത്തിൽ ഉറയ്ക്കുന്ന എത്ര പേര് വിശ്വാസം ഉറയ്ക്കുന്നുണ്ട്? ഉറയ്ക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. പകലിൽ നിങ്ങളുടെ അകത്തറിയണം, നിങ്ങളുടെ അകത്തൊരു തീരുമാനമെടുക്കണം. ദൈവ ശബ്ദം നിങ്ങൾ കേട്ടതാണെങ്കിൽ അതിനെ വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ റെഡിയാകണം. എത്ര പേര് ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കുന്നുണ്ട്? വിശ്വസിക്കുന്നവരുടെ മേൽ മാത്രമാണ് ഒരു ദൂതിന്റെ ഒരു പ്രവചനത്തിന്റെ ശബ്ദമല്ല ഞാൻ ഈ പറഞ്ഞത്. ഈ പ്രവചനത്തിന്റെ പുറകിൽ അത് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്ക് കർത്താവിനെ ഞാൻ സ്തോത്രം ചെയ്യുന്നത്. ആമേൻ. അതെന്റെ മേൽ വന്നു ചേരുവെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ റെഡിയാണെങ്കിൽ ഇന്ന് പകലിൽ പറഞ്ഞു, അത് നിന്റെ ജീവിതത്തിൽ വന്നു ചേരുക തന്നെ ചെയ്യും. ഒന്ന്, ദൈവത്തെ അനുസരിക്കുന്നവരാകുക. രണ്ടാമത്, നിങ്ങൾ പിറുപിറുക്കാതിരിക്കുക, മറുതലിപ്പില്ലാതിരിക്കുക. ദൈവത്തോട് ഇസ്രായേൽ ജനത്തെ മിസ്രൈമിലേക്ക് ദൈവം തമ്പുരാൻ വിളിച്ചിറക്കുമ്പോൾ അവരെ നടത്തിക്കൊണ്ടുപോകും. അവർ മോശയ്ക്കും ദൈവത്തിനും എതിരായി അവർ സംസാരിച്ചപ്പോഴാണ് ദൈവം പറയുന്നൊരു വാക്ക് കിടപ്പുണ്ട്. മോശയോട് പറഞ്ഞ്, എന്റെ ജനത്തെ പരിപാലിക്കുവാൻ ദൈവം മോശയെ വിളിച്ചെങ്കിൽ അതേ ശബ്ദത്തിൽ ദൈവം തിരിച്ചു പറഞ്ഞു, മോശയെ, നിന്റെ ജലം എന്ന് പറഞ്ഞതിന്റെ കാരണം എനിക്കിവരുമായി ഒരു ബന്ധവുമില്ല. അനുസരിക്കാത്തവൻ, വിശ്വസിക്കാത്തവനുമായി എനിക്കൊരു ബന്ധവുമില്ല. വാഗ്ദത്തത്തിൽ ഇവർ ചെന്നെത്തത്തില്ല. കാരണം ഇവർ ഈ മരുഭൂമി പെട്ടുപോകാൻ പോകുക, അവർ ഈ മരുഭൂമി നശിക്കാൻ പോകുക. യഹോവയായ ദൈവം പറയുന്നു, വിളിച്ചപ്പോൾ ദൈവം പറഞ്ഞു, കനാനിലേക്ക് ഞാൻ നിങ്ങളെ വിളിക്കുന്ന പറഞ്ഞ ദൈവം വിളിച്ചിറക്കി ദൈവം വിളിച്ചപ്പോൾ ദൈവത്തോട് മറുതലിപ്പ് കാണിക്കാൻ തുടങ്ങി, മോശയോട് എതിർക്കാൻ തുടങ്ങി, അവർ പിറുപിറുപ്പുണ്ടാകാൻ തുടങ്ങി. സ്വർഗത്തിലെ ദൈവം പറയുന്നു, മോശേ, ഇത് എന്റെ ജനമല്ല, എന്റെ ജനം വിശ്വസിക്കുന്നവരാ, എന്റെ ജനം പിറുപിറുക്കുന്നവരാ, അല്ല, എന്റെ ജനം എന്റെ കൂടെ നിൽക്കുന്നവരാ, അവരെന്റെ കൂടെ നടക്കുന്നവരാ, ഞാനും അവർ ഒന്നായി മാറുന്നതോ. ഹല്ലേലൂയ. അവനിലേക്ക് എന്റെ പ്രവർത്തികൾ വെളിപ്പെടും. അവർ അധിക ഫലം കായ്ക്കുന്നവരാ. ഇന്ന് അവരെ വെടിപ്പാക്കിയാലും അവർ മാറിപ്പോകുന്നവരല്ല, അവർ വിശ്വാസത്തിൽ വർദ്ധിക്കുന്നവരാ. അല്ലെങ്കിൽ എത്ര പേര് വിശ്വാസത്തോടെ വിളിച്ചു പറയുന്നുണ്ട്? പ്രതികൂലങ്ങളും പ്രതിഷ്ഠങ്ങളും വന്നാലും
ഞാൻ മാറിപ്പോകത്തില്ല. ആമേൻ. ഞാൻ പഴിക്കാൻ നിൽക്കത്തില്ല, ഞാൻ കുറ്റം പറയാൻ നിൽക്കത്തില്ല. എന്നെ വിളിച്ചത് സ്വർഗത്തിലെ ദൈവമാണെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് സ്വർഗത്തിലെ ദൈവം പറഞ്ഞൊരു വാക്ക് ഇതിനകത്ത് മോശയോട് പറഞ്ഞു, മോശേ, ഇത് നിന്റെ ജനമാ. നിന്റെ ജനം എന്ന് പറഞ്ഞതിന്റെ കാരണം എന്നാണെന്നറിയോ? ഇത് കനാൻ കാണാത്ത ജനമാണ്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ജനമാണെങ്കിൽ, ദൈവത്തിന്റെ മക്കളാണെങ്കിൽ, ഇന്ന് പകൽ നിങ്ങൾ എഴുതി വെച്ചോ, വാഗ്ദത്തം നിങ്ങളുടെ മേൽ വരിക തന്നെ ചെയ്യും. ഇന്ന് പകൽക്കാലം അറിയണം, ഇത് പ്രകാശന്റെ സഭയും പ്രകാശന്റെ ജനവുമായെങ്കിൽ നിങ്ങൾ കനാൻ കാണത്തില്ല കേട്ടോ. ഇന്ന് പകൽ വിളിച്ച് ഞാൻ പറയാ, നിങ്ങൾ ദൈവത്തിന്റെ ജനവും ദൈവത്തിന്റെ മക്കളുമാണെങ്കിൽ നിങ്ങളുടെ മേൽ വാഗ്ദത്തം റിലീസ് ചെയ്യും കേട്ടോ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ അറിയണം, ദൈവത്തിനകത്തുനിന്ന് ആത്മാവിനകത്ത് ഞാൻ വിളിച്ചു പറയാം, എനിക്ക് പുകഴാൻ ഒന്നുമില്ല, പ്രശംസിപ്പാൻ ഒന്നുമില്ല. അവന്റെ വിളി മാത്രമേ എന്റെ മേലുള്ളൂ. ഞാനും അവനെ ഉറ്റുനോക്കി പ്രാർത്ഥിക്കുന്നവൻ അത്രേ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ അറിയണം, ആമേ, ഇത് നിങ്ങൾ എന്റെ ജനം എന്ന് പറയില്ല, ഇത് ദൈവത്തിന്റെ ജനമാണെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ അറിഞ്ഞോ, നിങ്ങൾക്ക് വേണ്ടി ദൈവം വാഗ്ദത്തം ചെയ്തത് അത് നിവർത്തിക്കുക തന്നെ ചെയ്യും. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഞങ്ങളോട് പറഞ്ഞത് ഒരു മനുഷ്യ ശബ്ദമല്ല, അത് ദൈവ ശബ്ദമാ. ആ ശബ്ദത്തെ ഞങ്ങൾ വിശ്വസിക്കുക. ആ വാഗ്ദത്തത്തിന് പുറകെ ഞങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുന്നത്, ആ വാഗ്ദത്തം ഞങ്ങളുടെ മേലുണ്ട് എന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവം മോശയോട് പറഞ്ഞൊരു വാക്ക് നിങ്ങളുടെ അകത്ത് കിടക്കണം. ദൈവം വാഗ്ദത്തങ്ങളിലേക്ക് വിളിക്കുമ്പോൾ ദൈവം പറഞ്ഞു, ഇതെന്റെ ജനമാണ്. ആ ജനം ദൈവത്തോട് മറുതലിപ്പ് കാണിക്കാൻ തുടങ്ങിയപ്പോ ദൈവം പറഞ്ഞു, മോശേ, ഇത് നിന്റെ ജനമാ. നിന്റെ ജനം വാഗ്ദത്തങ്ങളിൽ ചെല്ലത്തില്ല. ഇന്ന് പകലറിയണം, ഈ ഒരു വ്യക്തിയുടെ ജനം ഒരിക്കലും അക്കരെ ദേശത്ത് ചെല്ലത്തില്ല. യേശു വിളിച്ച് വേർതിരിച്ച് യേശുവിൻ്റെ മുഖം കണ്ടവർ മാത്രം. അതുകൊണ്ട് യേശു പറയും, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനാകുന്നു. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോകത്തില്ല. യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച, വായ കൊണ്ട് രക്ഷകനായി വിളിച്ചു പറഞ്ഞവർ, ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് വായ കൊണ്ട് ഏറ്റു പറഞ്ഞവർ ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ലെന്ന ദൈവവചനം പറയുന്നു. ഒരു നാൾ അവൻ ലജ്ജിച്ചു പോകത്തില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിങ്ങൾ എൻ്റെ ജനമായെങ്കിൽ ഇവിടെ കൊണ്ട് അവസാനിക്കും വാഗ്ദത്തങ്ങൾ. എന്നാൽ ദൈവത്തിന്റെ ജനമായി നിങ്ങൾ മാറുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം പറ, നിത്യതയുടെ ഓഹരിക്കാരായി നിങ്ങൾ മാറുക തന്നെ ചെയ്യും. ഇന്ന് പകൽക്കാലം എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല കേട്ടോ. എന്നെ ദൈവം തമ്പുരാൻ വിളിച്ചു നിർത്തിക്കൊണ്ട് നിൽക്കുന്നു മാത്രമേ ഉള്ളൂ. ഏത് കാലം വരെ ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവന്റെ ഹിതപ്രകാരം മുന്നേറുന്നു മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. നല്ല ഓഹരി അവൻ സ്വർഗത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു അംശയായി മാറുവാൻ മാത്രമേ എനിക്കാകത്തുള്ളൂ. ഇന്ന് പകൽക്കാലം പറയണം, ഇത് നിങ്ങൾ എന്റെ ജനമല്ല, ദൈവത്തിന്റെ ജനമായി മാറാം. ദൈവത്തിന്റെ ജനത്തിനത്രേ വാഗ്ദത്തം ചെയ്യുന്നത്. ആമേൻ. ഇന്ന് പകൽക്കാലം വിളിച്ചു പറയണം, ഞാൻ വിളിച്ചിട്ടല്ല നിങ്ങൾ വന്നത്, സ്വർഗം വിളിച്ചിട്ടാ വന്നത്. ഓ, എത്ര പേര് ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കുന്നുണ്ട്? ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽക്കാലം കർത്താവിനോട് പറയണ, കർത്താവേ, ഹല്ലേലൂയ, അങ്ങ് ഞങ്ങളെ വിളിച്ചിറക്കിയതിനായി സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. അങ്ങ് പറഞ്ഞ കൃപ ഞങ്ങളുടെ മേൽ പകരുന്നതിനായി സ്തോത്രം. അങ്ങ് ഞങ്ങളെ മാനിക്കുന്നതിനായി സ്തോത്രം. അങ്ങയുടെ അത്ഭുതകരം ഞങ്ങളുടെ മേൽ നീട്ടുന്നതിനായി സ്തോത്രം. അങ്ങ് വഴികൾ തുറക്കുന്നതിനായി സ്തോത്രം. ഇന്ന് ഞങ്ങൾ വിശ്വാസത്താൽ കാണുകയാണ് വാഗ്ദത്തം ഞങ്ങളുടെ പേര്, ഞങ്ങളുടെ തലമുറകളുടെ പേര് ദൈവം അയച്ചതിനായി സ്തോത്രം. ആമേൻ. ഇന്ന് പകൽ വിശ്വാസത്തോടെ വിളിച്ചു പറയണം, അബ്രഹാമിനോട് ചെയ്ത വാഗ്ദത്തം ക്രിസ്തു യേശുവിൽ ഞങ്ങളുടെ മേൽ വന്നു കഴിഞ്ഞതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ, യേശു കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരു അത്ഭുതത്തെ കാണുകയാണ്. ഞങ്ങളൊരു അത്ഭുതത്തെ കാണുകയാണ്. ഞങ്ങളൊരു വിടുതലിനെ കാണുകയാണ്. ഇന്ന് പകൽ കർത്താവിന് ഞങ്ങളൊരു അനുഗ്രഹമായതിനാൽ, ഞങ്ങൾ കണ്ട ദർശനം ഞങ്ങളുടെ മേൽ വ്യാപരിച്ചു തുടങ്ങിയതിനാൽ കർത്താവിനെ ഞങ്ങൾ സ്തോത്രം ചെയ്തു. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ അറിയണം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ വാക്കാണ് ഞാൻ പറഞ്ഞേ. ഒരു വ്യക്തിയുടെ സഭയല്ല, ഇത് ക്രിസ്തുവിൻ്റെ സഭയാ. ഒരു വ്യക്തിക്കൊരു പ്രാധാന്യമില്ല. ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാലും ഈ ശുശ്രൂഷകളും മറ്റും നടന്നുകൊണ്ടേയിരിക്കും. ഇത് ദൈവം ഉണ്ടാക്കിയ സഭയാ. ഇത് കർത്താവിൻ്റെ സഭയല്ല. ഒരു മനുഷ്യന് പുകഴാനും പ്രശംസിപ്പാനും ഇല്ല. എന്തിലെങ്കിലും പ്രശംസിക്കണമെങ്കിൽ യേശു കർത്താവിൽ മാത്രം. പൗലോസ് പറയുന്നുള്ളൂ, എനിക്കും എൻ്റെ കർത്താവിൻ്റെ ക്രൂശിലല്ലാതെ മറ്റൊന്നിലും പ്രശംസിപ്പാൻ ഇടവരെന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് പകൽ നിങ്ങൾ അറിയണം, നിങ്ങളോട് വാഗ്ദത്തം ചെയ്തത് നിവൃത്തീകരിക്കുന്നത് ഒരു മനുഷ്യനല്ല, അഖിലാണ്ടത്തെ ഉണ്ടാക്കിയ ദൈവമാ. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ വിശ്വസ്തരായിരിക്കുക. സാഹചര്യങ്ങൾ നോക്കി നിങ്ങൾ ആരാധിക്കാൻ പോകല്ലേ. സാഹചര്യങ്ങൾ മോശമാണ്, വരിക പോലും ചെയ്യല്ല. ദൈവത്തോട് ഹിതവും ദൈവത്തോട് സ്നേഹവും ഉണ്ടെങ്കിൽ മാത്രം ദൈവസന്നിധി നിൽക്കുക. ദൈവത്തെ അതുപോലെ ചേർന്ന് നിന്നാലേ നമ്മൾ ആഗ്രഹിക്കുന്ന തലങ്ങളിൽ വന്നു ചേരത്തുള്ളൂ. ഹല്ലേലൂയ.
ദൈവത്തോട് മറുതലിപ്പ് കാണിച്ചു നടന്നാൽ ഒരു നന്മയും നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടത്തില്ല. ഇന്ന് പകൽ എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. പകലിലും വാഹനത്തിൻ്റെ വിഷയങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ പെട്ടെന്നൊരു ടോപ്പിക്കിൽ പോയത്. ഹല്ലേലൂയ. ഇന്ന് പകൽ നമ്മുടെ അകത്തിരണം. നമ്മുടെ അകത്ത് എന്തുണ്ടാകണം? വിശ്വാസമുണ്ടാകണം. 2, അനുസരണ ഉണ്ടാകണം. ഏതിന് പുറത്താക്കപ്പെട്ട പഴയ അച്ചായനെ അമ്മച്ചിയെ നോക്കിക്കോണം. ദൈവത്തോട് അനുസരണ ഇല്ലാത്തത് കൊണ്ട് അപ്പുറത്തായി. നമ്മളൊരു അനുഗ്രഹമായി മാറണമെങ്കിൽ, നമ്മുടെ ജീവിതം മാറണമെങ്കിൽ ദൈവത്തെ അനുസരിക്കുന്നവരാണ്. ദൈവം പറയുന്ന ശബ്ദം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് മാത്രമേ ഉള്ളൂ. ദൈവം എന്നോട് പറഞ്ഞ് ഞാനിവിടെ പറയുന്നത് മാത്രമേ ഉള്ളൂ. എനിക്കതിന്മേൽ ഒരു ഉത്തരവാദിത്വവും ഇല്ല. സ്വർഗത്തിന് ദൈവം എന്നോട് പറഞ്ഞ് ഞാൻ വെളിപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. അതിനുവേണ്ടി അനേക സമയങ്ങളും മണിക്കൂറുകളും ദൈവസന്നിധിയിലിരിക്കും. എനിക്കത് വലിയൊരു ആഗ്രഹമാണ്. അധികമായി കൃപ എൻ്റെ മേൽ പകരുന്നത്, അധികമായി ദൈവം എൻ്റെ മേൽ ചെയ്യുന്ന കൃപയ്ക്ക് ഞാൻ പ്രാർത്ഥിക്കാനിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. തരുന്നതെല്ലാം ദൈവത്തിൻ്റെ കരുണയാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്തു.